ഹലോ, ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കേരള സ്റ്റൈൽ അച്ചിങ്ങ പയർ മെഴുക്കുപുരട്ടിയാണ്. ഈ അച്ചിങ്ങ പയർ മെഴുക്കുപുരട്ടി നമുക്ക് പല രീതിയിലുണ്ടാക്കാം. പച്ചമുളക് ചേർത്തുണ്ടാക്കാം, മുളക് പൊടി ചേർത്തുണ്ടാക്കാം. ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് നമ്മുടെ വറ്റൽമുളക് ചതച്ചത് ചേർത്താണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ റെഡിയാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ പയറൊക്കെ കഴുകി വൃത്തിയാക്കി ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ 2 ടൈപ്പിലുള്ള പയറാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ച് കൊടുത്ത് അത് ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്നത്. നമുക്കിവിടെ അവൈലബിൾ അല്ല. ഇനി നമ്മളിതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം. സവാളയെല്ലാം നന്നായിട്ട് പാകമായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ വറ്റൽമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ മുളകിന് നല്ല എരിവുള്ളത് കൊണ്ട് നമ്മൾ 1 സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടെ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് വരട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പയർ ചേർത്ത് കൊടുക്കാം. പയറും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മളിതൊന്ന് കവർ ചെയ്ത് വെച്ച് ഒന്ന് കുക്ക് ചെയ്യണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇത് ഇളക്കാൻ മറക്കരുത്, അടിയിൽ പിടിക്കാനും ചാൻസ് ഉണ്ട്. കാരണം ഇത് കവർ ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ആവിയിലുള്ള വെള്ളത്തിലാണ് ഇത് വെന്ത് വരുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് കൈകൊണ്ട് തളിച്ച് കൊടുത്തിട്ട് ഇത് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്യാം. ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും കവർ ചെയ്ത് വെച്ച് നമ്മൾ കുക്ക് ചെയ്യുക. ഏകദേശം പകുതി വേവായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ കവർ ചെയ്ത് വെച്ച് ഇതിൻ്റെ അകത്തെ വെള്ളമെല്ലാം ഇറങ്ങി ഇത് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ, ഈ ഒരു പാകമാകുന്നത് വരെ ഇത് നന്നായിട്ട് നമുക്ക് കവർ ചെയ്ത് വെച്ച് അതുപോലെ ഇടയ്ക്ക് തുറന്ന് കൊടുത്ത് കുക്ക് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി അച്ചിങ്ങ പയർ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്